ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് എത്തിച്ച അസം സ്വദേശിയായ യുവതിയുടെ മൃതദേഹത്തിനരികെ നിൽക്കുന്ന ബന്ധുക്കളുടെ കൈക്കുഞ്ഞ് വാവിട്ട് കരയുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് ഏവരെയും ആകെ കരളലിയിപ്പിക്കുന്നത് തന്നെയായിരുന്നു. 37 ദിവസം മാത്രം പ്രായമായ കുഞ്ഞിൻ്റെ വിശപ്പ് അകറ്റാൻ കഴിയാതെ ബന്ധുക്കൾ വലഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. എന്ത് ദുഃഖാർത്ഥമായിരിക്കും ആ അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നത്. പക്ഷേ കുഞ്ഞിന് സ്വയം സന്നദ്ധമായി മുലയൂട്ടി മാതൃകയായത് അവിടുത്തെ നഴ്സിംഗ് ഓഫീസർ മെറിനാണ്. കാസർഗോഡ് നിന്നും തയ്യാറാക്കിയ ആ റിപ്പോർട്ടൊന്ന് നമുക്ക് കണ്ടുവരാം. ആ നന്മയുള്ള റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. ഈ ചിത്രത്തിന് പിന്നിൽ കരുതലിൻ്റെ കഥയുണ്ട്. മനുഷ്യസ്നേഹത്തിൻ്റെ മാതൃക. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിൽ 37 ദിവസം മാത്രമായ കൈക്കുഞ്ഞ് വാവിട്ട് കരയുന്നു. മരണത്തിന് കീഴടങ്ങിയ അസം യുവതിയുടെ കുഞ്ഞിനെയും കയ്യിലെടുത്ത് ബന്ധുക്കൾ അങ്ങനെ നിൽപ്പാണ്. മുലപ്പാലിനായുള്ള കുഞ്ഞിൻ്റെ കരച്ചിൽ അവസാനിക്കുന്നില്ല. മാലാഖ പോലെ നഴ്സിംഗ് ഓഫീസർ മെറിൻ ബെന്നി ആ പിഞ്ചു കുഞ്ഞിനെ മുലയൂട്ടി. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു. ഞാൻ ലേബർ റൂമിൽ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമുക്ക് നഴ്സിംഗ് ഓഫീസിൽ നിന്നൊരു കോള് വന്നു, ഇങ്ങനെ അമ്മ മരിച്ചൊരു കുഞ്ഞുണ്ട്. അന്ന് 37 ദിവസം എന്നല്ല 10-20 ദിവസം കണ്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോള് വന്നത്. അപ്പോൾ കുഞ്ഞ് ഇപ്പോൾ ഭയങ്കര കരച്ചിലാണ്. ലേബറിൽ ഏതെങ്കിലും മദറിനോട് ഫീഡ് ചെയ്യാവോ എന്നും ചോദിച്ചിട്ടാണ് നമുക്ക് കോള് വന്നത്. അപ്പോൾ തന്നെ സിസ്റ്റർ ചോദിച്ചു, നിനക്ക് പാല് കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ, ഞാൻ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്ററിന് വീണ്ടും ഡൗട്ടായി. എൻ്റെ സിസ്റ്റർ ചോദിച്ചു, ഞാൻ കൊണ്ടുവരാൻ പറയട്ടെ, കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നു സിസ്റ്ററെ, ഞാൻ കൊടുത്തോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമ്മുടെ PROയും ഒരു JPHനും കൂടെ കുഞ്ഞിനെ ലേബറിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് ഫീഡ് ചെയ്തു. കുഞ്ഞിനെ ഉറക്കി തിരിച്ചവർ കൊണ്ടുപോയി. 1 വയസ്സ് പ്രായമായ കുഞ്ഞിൻ്റെ അമ്മയാണ് മെറിൻ. സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ മെറിൻ വിശന്ന് കരഞ്ഞ പൈതലിനും അമ്മയായി. എനിക്ക് എൻ്റെ മോളെ പോലെ മാത്രമേ തോന്നിയുള്ളൂ. എൻ്റെ കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹവും വാത്സല്യവും മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അമ്മ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നുവെങ്കിൽ പോലും എനിക്ക് എൻ്റെ മോളെ പോലെ കണ്ടാണ് ഞാൻ കൊടുത്തത്. കുഞ്ഞിൻ്റെ വിശപ്പകന്നു. അമ്മയുടെ മാറിൽ ഉറങ്ങുന്നത് പോലെ ഉറങ്ങി. ഉറക്കമുണർന്ന വസ്ത്രങ്ങൾ മാറ്റി കുഞ്ഞിനെ ആശുപത്രി അധികൃതർ ബന്ധുക്കൾക്ക് കൈമാറി. കരുതലിൻ്റെ അമ്മസ്പർശം, സ്നേഹത്തിൻ്റെ ഉറവ പറ്റാത്ത കരുതൽ മെറിൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും കാണാം. റിപ്പോർട്ടർ അർജുൻ കല്യാട്, റിപ്പോർട്ടർ, കാസർഗോഡ്.